ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി ഒരു വളരെ സമൂഹത്തിനും ഫാമിലി എടുത്താൽ തന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു 50% മേളിലായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് അപകടങ്ങളെ തുടർന്നാണ്. അതായത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് തുടർന്നാണ്. ഈ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പഠനങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പം CMC വെല്ലൂരിൽ നടത്തിയൊരു പഠനത്തിൽ ബൈക്ക് ആക്സിഡൻസ് ആണ് ഏകദേശം 70% ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ പ്രധാന പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ബൈക്ക് ആക്സിഡൻറ്റ്സ് വരാൻ നേരത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽമെറ്റ് യൂസേജ് ഇല്ലാത്തതാണ് ഈ അപകടത്തിനൊക്കെ കാരണം വരുന്നത്. ഈവൻ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ബെൽറ്റ് ഇടാറില്ല, ബക്കിൾ ഇടാറില്ല. അതായത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ്, ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ അവർ ഒരിക്കലും ബക്കിൾ ഇടാറില്ല. അപ്പോൾ ഇത് പോലീസിനെ പേടിച്ച് മാത്രമാണ് നമ്മൾ ഈ ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ തലച്ചോറ് എന്ന് പറഞ്ഞ സംഭവം ഒരു വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഓർഗനാണ്. അത് തലയോട്ടി ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് വെള്ളത്തിനകത്ത് ബയോൺസിയിൽ നിൽക്കുന്നതാണ് ഈ ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ചെറിയൊരു മൂവ്മെൻറ്റ് വരും. അതിനെ ആ വെള്ളത്തിനകത്തിരിക്കുന്ന ബയോൺസി കാരണം അതിന് പ്രതിരോധിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപകടം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോഴ്സ് വരുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴേക്കും ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ ഈ ബ്രെയിനിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ് വരും. അപ്പോൾ അത് ഫ്രണ്ടിൽ പോയി തലച്ചോറിലിടിക്കും, തലയോട്ടിയിലിടിക്കും, അത് കഴിഞ്ഞ് തിരിച്ച് റിവേഴ്സ് പോയിക്കും. അതിനാണ് കൗണ്ടർ കൂപ്പ് ഇഞ്ചറി പറ്റും. അതായത് ഫ്രണ്ടിലൊരു ഇഞ്ചറി പറ്റുന്നു, ബാക്കിലൊരു ഇഞ്ചറി പറ്റുന്നു. അപ്പോൾ ആ ഒരു വയലൻറ്റ് ഫോഴ്സ് ഉണ്ടാകുമ്പം തലച്ചോറിന് ക്ഷതമേക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ള ഒരു ഡാമ്പനിങ് കൊടുക്കുകയും ഈ എല്ലിനകത്ത് കിടക്കുന്ന ബ്രെയിൻ മൂവ് ചെയ്താൽ തന്നെ അതൊരു സോഫ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ചിൻ സ്ട്രാപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഈ ചിൻ സ്ട്രാപ്പ് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഹെൽമെറ്റ് തെറിച്ച് പോകുമായിരിക്കും. വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെൽമെറ്റ് വരും. സിമ്പിളായിട്ട് നോക്കിയാൽ മതി, ഒരു ചിൻ സ്ട്രാപ്പ് ഇടാതെ നമ്മൾ ഒരാളെ തല കുനിച്ച് നിർത്തുകയാണെങ്കിൽ ഹെൽമെറ്റ് താഴെ പോകും. അപ്പോൾ അങ്ങനെ ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇഞ്ചുറീസ് എപ്പോഴും ആക്സിഡൻ്റല്ല, നമ്മൾ ഒരിക്കലും മുൻകൂട്ടി കണ്ടല്ല. നമ്മളിപ്പം വെറുതെ ജസ്റ്റ് വെളിയിലൊരു കട വരെ പോയി ഒരു കിലോമീറ്റർ പോകാനുള്ളതാണെങ്കിൽ തന്നെ ആ 1 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ പോയാലും നമ്മൾ ഹെൽമെറ്റ് ഇടണം. കാരണം നമ്മുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല വണ്ടിയിൽ അപകടം ഉണ്ടാകുന്നത്. എതിരെ ഒരു പൂച്ചയോ പട്ടിയോ ചാടിയാലോ, ഒരാൾ കുറുകെ ചാടിയാലോ, എതിരെ വരുന്ന വണ്ടിയിലുള്ള ആൾ ഉറങ്ങിയിട്ട് നമ്മുടെ ദേഹത്തോട്ട് വന്നാലോ, അല്ലെങ്കിൽ ചെറിയൊരു വഴിയിൽ കല്ല് കിടക്കുവാണേലോ എന്തെങ്കിലും വെള്ളം കിടക്കുവാണേലോ വരെ ബൈക്കിൽ നിന്ന് വീഴാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് എപ്പോഴും 100% അത് 10 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും അതല്ല 1 കിലോമീറ്റർ ആയാലും 10 കിലോമീറ്റർ ആയാലും ഹെൽമെറ്റ് വെച്ച് തന്നെ യാത്ര ചെയ്യണം. അതിനകത്തെ ഈ ബെൽറ്റ് നമ്മൾ എപ്പോഴും ബക്കിൾ ചെയ്ത് തന്നെ ഇടണം. ബക്കിൾ ചെയ്യാത്ത ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോയിട്ട് ഒരു ബെനിഫിറ്റും ഇല്ല. നമ്മൾ പോലീസിനെ പേടിച്ച് ഒരു 100,000 കൊടുക്കുന്ന പോലെയല്ല, നമ്മുടെ ജീവിതം തന്നെ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. ആക്സിഡൻറ്റ് മൂലം തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബാക്കിയുള്ള അസുഖങ്ങൾ പോലെയല്ല, ബാക്കിയുള്ള ഓർഗൻസിന് വരുന്ന ഡാമേജ് പോലെയല്ല. അതെന്തുകൊണ്ട് വ്യത്യസ്തനാകുമെന്ന് പറഞ്ഞാൽ ന്യൂറോൺസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ്. ഈ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അത് ഡിവൈഡ് ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം ന്യൂറോൺസിന് ഏൽക്കുന്ന പരിക്കുകൾ ഏകദേശം പെർമനൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ടെമ്പററി ആയിട്ട് മാത്രമേ ചെറിയ വ്യത്യാസങ്ങൾ വരത്തുള്ളൂ, അത് ഡിവൈഡ് ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഹാർട്ടിന് ഒരു അറ്റാക്ക് വരികയാണ്, ഒരു അറ്റാക്ക് വന്നിട്ട് നമുക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായി നോർമലായിട്ട് വരാം, അതല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ തലച്ചോറിന് വരുന്ന പ്രശ്നങ്ങളിൽ ഈ മരണവും അത് നോർമലായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു ഡിസബിലിറ്റി, വൈകല്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വൈകല്യം വരുമ്പോഴേക്കും എന്ത് പറ്റും, തലച്ചോറിന് ഇപ്പോൾ ഒരു അപകടം പറ്റുകയാണ്, നമുക്ക് ബ്രെയിനിൽ ബ്ലീഡിങ് വരികയാണ്. അതിപ്പം ഒരു ലെഫ്റ്റ് സൈഡിലാണ് ബ്ലീഡിങ് വരുന്നെങ്കിൽ റൈറ്റ് സൈഡിൽ ബലക്കുറവ് വരാം. അതേപോലെ തന്നെ ഇപ്പോൾ പുറകിലാണ് വരുന്നെങ്കിൽ കാഴ്ചയുടെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഫ്രണ്ടിലാണ് വരുന്നെങ്കിൽ മെമ്മറിയുടെ പ്രശ്നങ്ങൾ വരാം. പല സ്ഥലത്ത് ഓരോ ബ്രെയിനിൻ്റെ എവിടെയാണോ ഇഞ്ചറി പറ്റുന്നത് അതനുസരിച്ച് ആ ഉണ്ടാകുന്ന ഡിസബിലിറ്റി അല്ലെങ്കിൽ വൈകല്യം ചിലപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഒരു ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നമ്മളൊരു എപ്പോഴും മെഡിക്കൽ കെയറിൻ്റെ അണ്ടറിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ബൈക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത് കൂടുതലും ചെറുപ്പക്കാരിലാണ് വരുന്നത്. കാരണം ഒരു 15 to 45 ഇയേഴ്സിലായിരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു 30-40 ഉള്ള ആൾക്കാർ അവർ ബ്രെഡ് വൈനേഴ്സ് ആയിരിക്കും. ആ വീടിന് എല്ലാ എക്കണോമി അവരിലായിരിക്കും ഡിപ്പെൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് ആക്സിഡൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ ഫാമിലി അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വളരെ വലുതാണ്. സമൂഹത്തിൽ ഇതേപോലെയുള്ള ആക്സിഡൻറ്റ്സ് നടക്കുമ്പം
ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇൻകം ജനറേഷനാണ് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു അറ്റാക്ക് പോലെ വരുന്നോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്നോ ഒക്കെ പ്രായമുള്ള ആൾക്കാർ വരുമ്പം അത്ര എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഓപ്ഷൻ. വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണം നിർബന്ധമില്ല. അതുകൊണ്ട് എപ്പം നമ്മൾ ബൈക്ക് ഓടിച്ചാലും എപ്പോഴും ഹെൽമെറ്റ് ധരിക്കണം. നല്ല ISA സ്റ്റാൻഡേർഡുള്ള ഹെൽമെറ്റ് ആയിരിക്കണം. എപ്പോഴും ചിൻ സ്ട്രാപ്പ് ധരിച്ച് വേണം അത് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും ഇത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒന്നിൽ നിന്ന് മറ്റേലോട്ടോ ഇതിൽ നിന്ന് തിരിച്ചു വരുന്നതാണ്. അതായത് നമുക്ക് ഉറക്കമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഈവൻ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കമില്ലാതെയും വരും. 24 hour വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. അപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും നമ്മളൊരു ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കൊരു കൈക്കോ കാലിനോ വേദന വരുവാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ റെസ്റ്റ് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ബ്രെയിൻ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം 24 hour വർക്ക് ചെയ്യുമ്പോഴേക്കും എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത്. അപ്പം ഈ ബ്രെയിനിൽ റീസെറ്റ് ഉണ്ടാകുന്നത്, ബ്രെയിനിൽ റീസെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നത് ശരിക്കും ഉറക്കത്തിൽ കൂടെയാണ്. അപ്പം നല്ലൊരു ഉറക്കം ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ്. കാരണം 100 ബില്യൺ ഓളം കോശങ്ങളുള്ള അല്ലെങ്കിൽ അതിന് മേളിൽ ജോയിൻസ് ഉള്ള സിനാപ്സുകളുള്ള ഈ ഓർഗൻ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കുമ്പോൾ അത് ടയർഡാകുമ്പോൾ അത് റീസെറ്റ് ചെയ്യുന്നത് ഈ ഉറക്കത്തിൽ കൂടെയാണ്. മാത്രവുമല്ല, ഈ ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ വരും. പ്രധാനമായിട്ടും ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന നേരത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഈ കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അത് കോശങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഉറക്കത്തിലോട്ട് പോകാൻ നേരത്ത് ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറയുകയും അത് ബ്രെയിൻ ഹെൽത്തിന് വളരെ ഹെൽപ്പാണ്. അതേപോലെ തന്നെ രാത്രിയാകുമ്പോഴാണ് മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതൽ വരുന്നത്. ഈ മെലാറ്റോണിൻ നമ്മളെ ബ്രെയിനിൽ സ്ലീപ്പ് കൊണ്ടുവരാനായിട്ടും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് വളരെ ആവശ്യമാണ്. അപ്പോൾ അതും ഈ മെലാറ്റോണിനും നമ്മുടെ ബ്രെയിനിൽ ഒരു സിർക്കേഡിയൻ സൈക്കിളുണ്ട്. അതായത് പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയുന്നത് അതുവഴിയാണ് ഈ മെലാറ്റോണിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാത്രി നമ്മൾ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ അതല്ലെങ്കിൽ നമ്മൾ കണ്ണ് തുറന്ന് കിടക്കുക അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക ചെയ്യുമ്പോൾ ഈ മെലാറ്റോണിൻ്റെ അളവ് കുറയുകയും അത് നമ്മുടെ സ്ലീപ്പ് കുറയ്ക്കുകയും ചെയ്യും. ഈ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഞാൻ പറഞ്ഞിട്ട് സിർക്കേഡിയൻ റിതം അനുസരിച്ചാണ്. അതായത് വൈകുന്നേരം 6 മണി കഴിയുമ്പോഴാണ് മെലാറ്റോണിൻ പതുക്കെ ശരീരത്തിലോട്ട് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഈവനിങ് സമയങ്ങളിൽ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ലൈറ്റ് കാരണം നമ്മുടെ തലച്ചോറിനകത്തുള്ള ഈ ഹോർമോൺസ് മെലാറ്റോണിൻ്റെ അളവ് കുറയുകയും അതേപോലെ തന്നെ സ്ട്രെസ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴത്തേക്കും കോർട്ടിസോൾ കൂടുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ സംഭവിക്കുമ്പോഴേക്കും നമ്മുടെ ഉറക്കം കുറഞ്ഞു വരും. അതേപോലെ തന്നെ ബ്രെയിനിന് ഡാമേജ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ ഒരു 6 മണി കഴിഞ്ഞാൽ സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സ്ക്രീൻ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാകുമ്പോൾ കൂടുതലും മൊബൈൽ തന്നെയാണ്. മൊബൈലിലോട്ട് വരുമ്പോൾ വലിയൊരു സ്ക്രീനിനെ പോലെ അല്ല, നമുക്ക് ഇച്ചിരി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ലൈറ്റിലോട്ട് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അത് ബ്രെയിനിന് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വൈകുന്നേരം ഒരു 6 മണി കഴിയുമ്പം കഴിയുന്നതും സ്ക്രീൻ ടൈം ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് മിനിമം ഒരു 3-4 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ സ്ക്രീൻ, അതായത് എന്ത് സ്ക്രീനുമാട്ടെ, മൊബൈലാകാം, ലാപ്ടോപ്പ് ആകാം, TV ആകാം, ഒക്കെ കാണാതിരിക്കുന്നതായിരിക്കും കഴിയുന്നതും ഉറക്കത്തിന് നല്ലത്. നിരന്തരമായി ഉണ്ടാകുന്ന തലവേദന തീർച്ചയായിട്ടും ഒരു വിദഗ്ധ ഡോക്ടറെ കാണിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തലവേദന വളരെ സർവ്വസാധാരണമായ ഒരു അസുഖമാണ്. ലൈഫ് ടൈം ഇൻസിഡൻസ് തലവേദനയ്ക്ക് ഏകദേശം ഒരു 90% ഉണ്ട്. അതായത് ഒരാൾക്ക് ജീവനോട് നിൽക്കുന്ന സമയത്ത് തലവേദന എപ്പോഴേലും ഒരിക്കലും ഉണ്ടായിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ നിരന്തരമായുള്ള തലവേദന ക്രോണിക് ഹെഡേക്ക് എന്നാണ് പറയുന്നത്. ക്രോണിക് ഹെഡേക്ക് സാധാരണഗതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഒന്ന് മൈഗ്രെയിൻ കൊണ്ടുണ്ടാകാം, ടെൻഷൻ ഹെഡേക്ക് കൊണ്ടുണ്ടാകാം, ക്ലസ്റ്റർ ഹെഡേക്ക് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ പല ആങ്സൈറ്റി, പല പ്രശ്നങ്ങൾ കൊണ്ട് ഇതേപോലെ തലവേദനകളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ക്രോണിക് ഹെഡേക്കിനൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരേ രീതിയിലുള്ള പാറ്റേൺ ആയിരിക്കും. ഒരു മൈഗ്രെയിൻ ആയിരുന്നെങ്കിൽ അത് നമ്മൾ ലൈറ്റൊക്കെ വരുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാകുക, ഒച്ചയൊക്കെ വരുമ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാകുക, ഒന്ന് ഉറങ്ങിയാൽ മാറുക, എപ്പോഴും ഒരേ പാറ്റേണിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ തലവേദന ക്രോണിക്കായിട്ട് വരുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ തോത് കൂടിക്കൂടി വരുന്ന രീതികൾ. രണ്ടാമത് അതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതായത് വരുന്ന ഡ്യൂറേഷൻ അല്ലെങ്കിൽ വരുന്ന ഫ്രീക്വൻസി, ആഴ്ചയിൽ 2 പ്രാവശ്യം വരുന്നത് 5 പ്രാവശ്യം വരുന്നു, കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. മൂന്നാമത് അതിൻ്റെ പാറ്റേൺ വ്യത്യാസം വരുന്നുണ്ടോ, ചിലപ്പം ഈ തലവേദന എപ്പോഴും നിൽക്കുന്നതിന് പകരം അതിരാവിലെ ആകുമ്പോൾ തലവേദന വരുന്നു,
പിന്നെ നോക്കേണ്ടിയിരിക്കുന്ന ആ തലവേദനയുടെ കൂടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. കൈക്കും കാലിനും പെരുപ്പ് വരിക, അല്ലെങ്കിൽ ബലക്കുറവ് വരിക, അതിരാവിലെ ഉണ്ടാകുന്ന തലവേദന, ഛർദിയോടുകൂടിയുള്ള തലവേദന, ഇങ്ങനെയുള്ള തലവേദനകൾ അല്ലെങ്കിൽ ഈ പാറ്റേണിന് ചേഞ്ച് വരുമോ, ഫ്രീക്വൻസിക്ക് വ്യത്യാസങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷന് വ്യത്യാസങ്ങൾ വരുമ്പോഴോ തീർച്ചയായിട്ടും അതൊരു സാധാരണ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്ന തലവേദനയാകാനുള്ള സാധ്യത കുറവാണ് വരുന്നത്. ബാക്കി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായുള്ള ട്യൂമറുകളോ എന്തെങ്കിലും ഇൻഫെക്ഷനുകളോ അല്ലെങ്കിൽ തലയിലുണ്ടാകുന്ന സ്ട്രക്ചറിൽ എന്ത് ലീഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രധാന പ്രശ്നം തലച്ചോറിന് ഉണ്ടാകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ യങ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ വരാം. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് ആകാം, അല്ലെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക് ആകാം. ക്ലാസിക്കലായിട്ടുള്ള സംഭവം ഇസ്കീമിക് സ്ട്രോക്കാണ്. അതായത് തലച്ചോറിലോട്ട് കൊണ്ടുപോകുന്ന രക്തധമനികളിൽ ബ്ലോക്ക് വരുമ്പോൾ രക്തം എത്താത്തത് കൊണ്ട് ബ്രെയിനിന് ഇൻഫാക്ഷൻ വരുന്നതുകൊണ്ടാണ് ഇസ്കീമിക് സ്ട്രോക്ക് വരുന്നത്. രണ്ടാമതാണ് ഹെമറാജിക് സ്ട്രോക്ക് വരുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് തലച്ചോറിനുള്ളിലോട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. തലച്ചോറിലോ തലച്ചോറിൻ്റെ വെളിയിലോ ആയിട്ടോ ഒരു ആക്സിഡൻ്റൊന്നും കൂടാതെ പൊട്ടുന്ന ബ്ലീഡിങ് ഉണ്ടാകുന്നതിനാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യങ് സ്ട്രോക്കായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. യങ് പേഷ്യൻസിന് രണ്ട് രീതിയിലുള്ള സ്ട്രോക്കും വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് ഒരു 30 to 50 years ഒക്കെയാണ് നമ്മൾ യങ് സ്ട്രോക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊന്ന് ഹെമറാജിക് സ്ട്രോക്ക് പറയുമ്പോൾ ഒന്നാമത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഹൈപ്പർ ടെൻസീവ് ബ്ലീഡിംഗ് ആണ്. അതായത് BP കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തലച്ചോറിൽ ബ്ലീഡിങ് വരിക. അങ്ങനെ ബ്ലീഡിങ് വരുമ്പോൾ ഒരു സൈഡിൽ തളർച്ച വരികയും സംസാരശേഷി ഇല്ലാവുകയും നല്ലൊരു ശതമാനവും മരണപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് വലിയ ബ്ലീഡിങ് ആണ് എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ BP എന്ന് പറയുന്ന സാധനം നമ്മൾ വളരെ ഏർലി ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് നമ്മൾ ഹൈപ്പർ ടെൻസീവ് അല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് എപ്പോഴാണ് BP നോക്കി തുടങ്ങേണ്ടത്? കറക്റ്റായിട്ടൊരു ടൈം നമുക്ക് പറയാൻ കഴിയത്തില്ല. എങ്കിൽ തന്നെ ഒരു 18 വയസ്സ് കഴിയുന്ന എല്ലാവരും നമ്മൾ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്ന് BP നോക്കണം. അതിനകത്ത് ആ BP നോക്കിയിട്ട് പിന്നീട് നോർമലാണെങ്കിൽ ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും BP നോക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുന്നതാണെങ്കിൽ എന്തായാലും എല്ലാ വർഷവും BP നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനിയിപ്പോൾ BP കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ നേരത്തെ തന്നെ മരുന്ന് കഴിച്ച് തുടങ്ങണം. കാരണം ഈ BP കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ വരുന്ന പ്രശ്നമല്ല, കുറേ നാളുകൾ കൊണ്ട്. കാരണം BP എന്ന് പറയുക, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന തള്ളിവിടുന്ന രക്തം ബാക്കിയുള്ള ഓർഗൻസിൽ എങ്ങനെ ചെല്ലുന്നു എന്നുള്ളതാണ്. അത് കൂടുതൽ പ്രഷറിൽ ചെല്ലുമ്പം അവിടെ എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാവും. അതായത് എൻഡ് ഓർഗൻ ഏറ്റവും അവസാനം ചെല്ലുന്ന സ്ഥലത്ത് കോശങ്ങൾക്ക് കേടുപാടുണ്ടാവുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഹാർട്ടിലോട്ടാണെങ്കിൽ ഹാർട്ടിലെ പ്രശ്നങ്ങളുണ്ടാകാം, ബ്രെയിനിലാണെങ്കിൽ ബ്രെയിനിലെ പ്രശ്നമുണ്ടാകാം, കിഡ്നിയാണെങ്കിൽ കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയാണെങ്കിൽ കാഴ്ചയുടെ പ്രശ്നങ്ങൾ. അപ്പം അത് ഓരോ ദിവസവും ഓരോ മാസവും വർഷവും കൂടുമ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ലോങ് ടൈമിൽ നോക്കുമ്പം നമുക്ക് പിന്നീട് ഒരു റീനൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള കാര്യം, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ തലച്ചോറിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നതൊക്കെ അപ്പോഴത്തെ BP കൊണ്ട് മാത്രമല്ല, ക്രോണിക്കായിട്ട് കിടക്കുന്ന BP കാരണം, ആ വരുന്ന എൻഡ് ഓർഗനിൽ വരുന്ന ഡാമേജ് കാരണം, അവിടുത്തെ വെസൽസിന് പറ്റുന്ന ഡൈലേഷൻ കാരണം അത് പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് BP നോക്കണം. BP ഉണ്ട് എങ്കിൽ കൃത്യതയോടുകൂടി മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ യങ് സ്ട്രോക്ക്, ഹൈപ്പർ ടെൻസീവ് ബ്ലീഡ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയുള്ള 7 ടിപ്സാണ് പറയുന്നത്. ഒന്ന്, ഉറക്കമാണ് ഏറ്റവും ആവശ്യം. നല്ലൊരു ഡീപ്പ് സ്ലീപ്പിൽ കൂടെയാണ് ബ്രെയിൻ റീസെറ്റ് ചെയ്യുന്നത്. നമ്മുടെ അന്നന്ന് നടന്ന കാര്യങ്ങളെല്ലാം ലോങ് ടൈം പൊട്ടൻസിയേഷൻ മെമ്മറിയിലോട്ട് കയറുന്നത് നല്ലൊരു സ്ലീപ്പ് വഴിയാണ്. അതുകൊണ്ട് സ്ലീപ്പ് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്, സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടുകയും അതേപോലെ തലച്ചോറിനുള്ള ബ്രെയിനിന് ക്ഷത വരികയും സെൽസ് എല്ലാം നശിച്ചു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴും അത് എല്ലാം ഇമ്പാക്റ്റ് ചെയ്ത് ബ്രെയിൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്ട്രെസ് ഇല്ല എങ്കിൽ സ്ലീപ്പ് നന്നാവുകയും സ്ലീപ്പ് നല്ലപോലെ ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രെസ്സാണ് ഒഴിവാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, ഗുഡ് ഫുഡ്. ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഒത്തിരി ഹൈപ്പുള്ളവരാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി ഹൈപ്പ് കാണാറുള്ളതാണ്. പക്ഷേ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക, നല്ല ടൈമിനോടുകൂടി കഴിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ ഹൈ ഷുഗർ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ട്രാൻസ് ഫാറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ളത് കഴിക്കുക, ഹൈ റഫേജ് ഉള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് ഫുഡിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷൻ തീർച്ചയായിട്ടും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കുക.
നല്ല ഭക്ഷണം കറക്റ്റ് സമയത്തിൽ കഴിക്കുമ്പോൾ ബ്രെയിൻ ഹെൽത്ത് ഡെഫിനറ്റായിട്ട് കൂടുന്നതായിരിക്കും. അടുത്തത് നാലാമത്തത് എക്സസൈസ് കാർഡിയാക് ഹെൽത്തിന് വേണ്ടി മാത്രമല്ല, ബ്രെയിൻ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ കൂടുതലായിട്ട് രക്തയോട്ടം കൂടുകയും എല്ലാ ന്യൂട്രിയൻസ് കറക്റ്റ് എത്തുകയും അത് ഈവൻ ബ്രെയിനിനും കോശങ്ങളിൽ കൂടുതൽ നല്ലതാകുകയും നല്ല പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എയറോബിക് എക്സസൈസ് ഒരു മിനിമം ഒരു 15 to 30 മിനിറ്റ്സ് എല്ലാ ദിവസവും ചെയ്യുന്നത് സഫീഷ്യൻ്റ് ആണ് ബ്രെയിൻ ഹെൽത്തിന് വേണ്ടി. അഞ്ചാമത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ഇന്ന അളവെന്ന് പറയുന്നില്ല. അത് സ്ക്രീൻ എന്തുമാകാം, ടി വി ആകാം, അല്ലെങ്കിൽ ഫോണാകാം, ലാപ്ടോപ്പ് ആകാം. സ്ക്രീൻ ടൈം കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കുറയ്ക്കുക എന്നുള്ളത് വളരെ ആവശ്യമായുള്ള കാര്യമാണ്. അടുത്തത് സോഷ്യൽ ഇൻട്രാക്ഷൻ. ആറാമത്, നമ്മൾ കൂടുതൽ ആൾക്കാരുകളായിട്ട് ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിന് കൂടുതൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പുതിയ ആൾക്കാരായിട്ട് നമ്മൾ കണക്ഷൻ സ്ഥാപിക്കുമ്പോൾ അവിടെ കോശങ്ങളിലും പുതിയ കണക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ 12 കോളേജോ ഒക്കെ കഴിയുമ്പോൾ പഠനം നിർത്തുന്നത് ഒഴിവാക്കി എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും പുതിയ ശീലങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. പുതിയ ഒരു പാട്ട് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഓരോരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്യുന്തോറും നമ്മുടെ ശരീരത്തിലെ തലച്ചോറിൽ കോശങ്ങൾക്ക് ചുരുക്കം വരുന്നതും അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ വരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷനും അതേപോലെ മെൻ്റൽ എലിബിലിറ്റിയാണ് അടുത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പ്രഷർ, ഷുഗർ, അതേപോലെ തന്നെ കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക. അതിനുവേണ്ടിയുള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ അസുഖങ്ങൾ മൂലമുള്ള എൻഡ് ഓർഗൻ ഡാമേജ് ബ്രെയിനിൽ ഉണ്ടാകുന്നത് ഒഴിവാകുകയും നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിന് കൂടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനൂടെ ശ്രമിക്കുക. എല്ലാ ദിവസവും ആവശ്യമനുസരിച്ചുള്ള ദാഹമനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. ആഡിക്വേറ്റഡ് ഹൈഡ്രേഷൻ എടുക്കുക. ഇങ്ങനെ ഒരു 7 കാര്യങ്ങളാണ് ടിപ്സായിട്ട് പറയാനുള്ളത്. ലംബാർ ഡിസ്ക് ഡിസീസിന് വേണ്ടിയുള്ള സർജറികളിൽ കാര്യമായ വ്യത്യാസം ഈ കഴിഞ്ഞൊരു 30 വർഷത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. പണ്ട് നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ ഡിസ്കെറ്റമി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മൈക്രോസ്കോപ്പിൻ്റെ വരവോടുകൂടി മൈക്രോസ്കോപ്പിക് ലംബാർ ഡിസ്കെറ്റമിയാണ് ചെയ്യുന്നത്. പിന്നെയും അഡ്വാൻസ് ആയിട്ട് നമ്മളത് ട്യൂബ് ഡിസ്കെറ്റമിയിൽ വരുന്നത്, അതായത് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്പൺ ഡിസ്കെറ്റമിയിൽ മസിൽസ് എല്ലാം ഒത്തിരി ഡിസെക്റ്റ് ചെയ്ത് ഒത്തിരിയും ബോൺ എടുത്ത് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ട്യൂബ് ഡിസ്കെറ്റ് വന്നപ്പം നമ്മളതിനകത്തൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത് വഴി മസിലിന് റിട്രാക്ഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് ഓപ്പ് പെയിൻ വളരെ കുറവെന്നുള്ള രീതിയിലാണ്. ട്യൂബ് ഡിസ്കെറ്റമി കഴിഞ്ഞ് വരുന്നതാണ് ഇപ്പോൾ എൻഡോസ്കോപ്പിക് ഡിസ്കെറ്റമി എന്നുള്ളത്. എൻഡോസ്കോപ്പിക് ഡിസ്കെറ്റമി നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതുണ്ട്. ഒന്ന് ട്രാൻസ്ഫൊറാമിനൽ ഡിസ്കെറ്റമി ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർലാമിനാർ എൻഡോസ്കോപ്പിക് ഡിസ്കെറ്റമി ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനകത്തുള്ള വ്യത്യാസം, നമുക്ക് ട്രാൻസ്ഫൊറാമിനൽ എൻഡോസ്കോപ്പിക് ഡിസ്കെറ്റമി നമുക്ക് ഈവൻ ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇൻ്റർലാമിനാർ ഡിസ്കെറ്റമി നമ്മൾ ജനറൽ അനസ്തേഷ്യയാണ് സാധാരണ ഇതിൽ ചെയ്യുന്നത്. ഇതിന് ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു പെയിൻ, അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം ഉണ്ടാകുന്നത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അന്ന് തന്നെയോ അതല്ലെങ്കിൽ അടുത്ത ദിവസമോ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതൊരു വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു സർജറിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻസിഷൻ വളരെ ചെറുതാണ്. സാധാരണഗതിയിൽ ഒരു 2 സെൻറ്റിമീറ്ററോളം ഇൻസിഷൻ ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്കൊരു 5 മില്ലിമീറ്റർ തൊട്ട് 1 സെൻറ്റിമീറ്റർ വരെയുള്ള ചെറിയ ഇൻസിഷനിലൂടെ ചെയ്യും. നമുക്കിതൊരു സ്റ്റിച്ച്ലെസ് സർജറി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊരു ഡേ കെയർ സർജറി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോസ്റ്റ് ഓഫ് പെയിൻ വളരെ കുറവായതുകൊണ്ട് ഇയർലി പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യുകയും ഇയർലി അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങളിലൂടെ തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്.